ആശംസാ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഞാൻ മിസ്റ്റർ റെജി കെ സാമുവലിനെയാണ് ആദ്യം വിളിക്കുന്നത്. അഖില കേരള ബാലജന സഖ്യം പള്ളിപ്പാട് യൂണിയൻ രക്ഷാധികാരി, ഹരിപ്പാട് ലയൺസ് ക്ലബ് സെക്രട്ടറി മുതലായ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള റെജി യോങ്കേഴ്സിൻ്റെ സജീവ പ്രവർത്തകരിൽ ഒരാളാണ്. ഞാൻ മിസ്റ്റർ റെജി കെ സാമുവലിനെ ആശംസാ പ്രസംഗം. ശ്രീ രമേശ് ചെന്നിത്തല, യോഗത്തിന്റെ അധ്യക്ഷൻ, പള്ളിപ്പാട് ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ കോശി കുര്യൻ, വിശിഷ്ടാതിഥികളെ, സ്നേഹം നൽകുന്ന നാട്ടുകാരെ, ആദ്യമായി ഞാൻ ജനിച്ചു വളർന്ന നാടിൻ്റെ MLA ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രമേശിനോടുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഓർമ്മകൾ 40 വർഷത്തിന് പുറകിലേക്ക് പോവുകയാണ്. മലയാള മനോരമ നേതൃത്വം നൽകുന്ന അഖില കേരള ബാലജന സഖ്യം പള്ളിപ്പാട് യൂണിയന്റെ ഇലക്ഷൻ സമയം എല്ലാ വർഷവും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒരാളെ വിടണം. അന്നത്തെ പള്ളിപ്പാട് യൂണിയൻ രക്ഷാധികാരി ശ്രീ ജോർജ് മാത്യുവിന്റെ സഹോദരനാണ് ഇന്നത്തെ MC ശ്രീ ടൈറ്റസ് ജോർജ്. ഞാൻ ബാബുക്കുട്ടിച്ചാനെന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ജോർജ് മാത്യു എൻ്റെ അടുത്ത് പറഞ്ഞു, റെജി, ഈ വർഷം നമുക്ക് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വളരെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, രമേശ് എന്നാണ് പേര്. അദ്ദേഹത്തെ നമുക്ക് കോട്ടയത്തേക്ക് നമ്മുടെ പള്ളിപ്പാട് യൂണിയനെ റെപ്രസെന്റ് ചെയ്ത് അയക്കണം. അദ്ദേഹത്തിന്റെ കണക്കൂട്ടുകളൊന്നും തെറ്റിപ്പോയില്ല. ആ വർഷം ശ്രീ രമേശ് ചെന്നിത്തല അഖില കേരള ബാലജന സഖ്യം സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ കരുതുന്നത് ശ്രീ രമേശൻ ആദ്യമായി സംസ്ഥാന തലത്തിൽ ഒരു സ്ഥാനം വഹിക്കുന്നത് അഖില കേരള ബാലജന സഖ്യം പള്ളിപ്പാട് യൂണിയനെ റെപ്രസെന്റ് ചെയ്ത് പോയപ്പോഴാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അദ്ദേഹം പള്ളിപ്പാട് തന്നെ വീണ്ടും ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പള്ളിപ്പാടിനെ പ്രതിനിധീകരിച്ച് MLA ആയിട്ട് മത്സരിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തതിൻ്റെ പ്രചോദനം അതിൽ നിന്ന് ലഭിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ ഓർമ്മ 1982 അദ്ദേഹം ഹരിപ്പാട് MLA ആയിട്ട് മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എതിരാളി ശക്തനാണ്, എൻ്റെ ഇംഗ്ലീഷ് അധ്യാപകനാണ്, ബഹുമാന്യനായ PG തമ്പി, സുപ്രസിദ്ധ എഴുത്തുകാരൻ ശ്രീകുമാരൻ തമ്പിയുടെ സഹോദരൻ. ജയിക്കാൻ സാധ്യത, രാജ്യം പറഞ്ഞല്ലോ, ജയിക്കാൻ സാധ്യതയൊന്നുമില്ലായിരുന്ന ഒരു സമയത്താണ് ശ്രീ രമേശ് ഹരിപ്പാട് ഒന്ന് മത്സരിക്കുന്നത്. ഹരിപ്പാടിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഹരിപ്പാട് ഒരു കോൺഗ്രസ് സീറ്റാണെന്ന് ഞാൻ ഇന്നും കരുതുന്നില്ല, അന്നും കരുതിയിരുന്നില്ല. ഇടതുപക്ഷത്തിന് നല്ല ശക്തിയുള്ള ഒരു സ്ഥലമാണ് ഹരിപ്പാട്. ഹരിപ്പാടിലെ ജനങ്ങൾ കാൻഡിഡേറ്റിനെ നോക്കി മാത്രം വോട്ട് ചെയ്യുന്നവരാണ്. ഹരിപ്പാട് ആര് മത്സരിച്ചാലും, ഇടതുപക്ഷമായിക്കോട്ടെ UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് ആര് മത്സരിച്ചാലും വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു നിയോജകമണ്ഡലമല്ല. ഒരു വശത്തെ എൻ്റെ വ്യക്തിപരമായി എനിക്ക് രമേശിനെ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ മതേതരത്വ സ്വഭാവമാണ്. അടുത്ത കാലത്ത് ഉമ്മി ബാലകൃഷ്ണനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, നായരാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ അർത്ഥപൂർണമായ ഒരു ഉത്തരവുണ്ട്. ഞാൻ നായരാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസൽമാനാണ്, ഇതിനെല്ലാം ഉപരിയായി ബുദ്ധമതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഗ്രാമ വകുപ്പ് മന്ത്രിയായി പള്ളിപ്പാട് ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പലരും ക്രിസ്ത്യാനികളായ എൻ്റെ സുഹൃത്തുക്കൾ പലരും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. ആരാണ് രമേശ് ചെന്നിത്തല? വീണ്ടും ചോദിക്കുകയാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ സമ്മതിദായകരുള്ള ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഞങ്ങളുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ വിമർശകർ പറയും അദ്ദേഹം കർണനായിരുന്നു. ശരിയാണ്, അദ്ദേഹം കർണൻ, മഹാഭാരതത്തിലെ കർണനാണ്. മരിക്കുമ്പോൾ പോലും സ്വന്തമായ അംഗീകാരം ലഭിക്കാതെ, കഴിവിനനുസരിച്ച് അംഗീകാരം ലഭിക്കാതെ പോയൊരു നേതാവാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ പറയും അല്ല, കർണനല്ല, അദ്ദേഹം അർജുനനാണ്. കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പേര് മുന്നോട്ട് ഓടിച്ചു പോയ അർജുനാണ്.
ഇതൊന്നുമല്ല എൻ്റെ ഉത്തരം. സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. പേര് നയിക്കാൻ കഴിവുള്ളവനാണ്. ഞങ്ങളുടെ പള്ളിപ്പാട് നിവാസികൾ അദ്ദേഹത്തിൻ്റെ ഗീതോപദേശം കേൾക്കുവാൻ ചെവി കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ഫോൺ ഞായറാഴ്ച രാവിലെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ സഹോദരിമാരും പള്ളിപ്പാടുണ്ട്. അവരെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഞങ്ങളുടെ MLA ആണ് പിടിക്കുന്നത്. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ള ധീരനായി നയിച്ചാൽ അദ്ദേഹം കൂടുതൽ വിവരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റവറൻ ജോൺസ് മാർത്തന് ആണ്. റവറൻ ജോൺസ് മാർത്തൻ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഷോർട്ട് പീരീഡ് ഇന്ത്യൻ എയർഫോഴ്സിൽ സേവനം അനുഷ്ഠിക്കുകയും 1983 USA മൈഗ്രേറ്റ് ചെയ്യുകയും TA തൻ്റെ ജോലിയോടൊപ്പം ബൈബിൾ കോളേജിൽ പഠിച്ച് അവിടെ ഗ്രാജുവേറ്റ് എടുത്തതിന് ശേഷം ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഇപ്പോൾ ക്യൂൻസിൽ സീനിയർ മിനിസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. പുള്ളിയുടെ മിഷൻ പ്രവർത്തനത്തിന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ടതായ ഹരിപ്പാട് MLA ശ്രീ രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട അച്ഛന്മാര്, വേദിയിലായിരിക്കുന്നതായ ഈ ഫാമിലി അസോസിയേഷൻ്റെ പ്രവർത്തകരെ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹാശംസകൾ അറിയിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റിക്സ് മീറ്റിങ്ങിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട MLA രമേശ് ചെന്നിത്തല കാണുന്നത്. എന്നാൽ എന്നെക്കാളല്ല എൻ്റെ അനിയന്മാർക്ക് നല്ല പരിചയമാണ്. അവരൊന്നിച്ച് പ്രവർത്തിക്കും. ഇന്ന് മഴയും ജോലി കഴിഞ്ഞുള്ളതായ ബന്ധപ്പാടും എല്ലാം കഴിഞ്ഞ് ഇത്രയും പേർക്ക് ഇവിടെ ആയിരിക്കാൻ ഇടയായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോടുള്ള സ്നേഹമൊന്നും മാത്രമാണ്. ഞാനതുകൊണ്ട് മാത്രമാണ് ഇവിടെ കടന്നു വന്നത്. എന്നാൽ ഒരു വ്യക്തിയുടേതായ മഹത്വം വെളിപ്പെടുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്നതായ സാഹചര്യം തൻ്റെ ദേശത്തിന് വേണ്ടി, തൻ്റെ സമൂഹത്തിന് വേണ്ടി എത്രമാത്രം ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളതനുസരിച്ചാണ്. നമുക്കൊരു ജീവകാലം മാത്രമേ ഉള്ളൂ. ആ ജീവകാലത്ത് ഒരു സമൂഹത്തിന് വേണ്ടി, നാം പാർക്കുന്നതായ സൊസൈറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ കഴിവ് എത്രമാത്രം പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുന്നു. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട് ബൈബിളിലെ, 5 താലന്ത് ലഭിച്ചവന് അല്ലെങ്കിൽ 3 താലന്ത് ലഭിച്ചവന് അതെല്ലാം വ്യാപാരം ചെയ്ത് അതിനനുസരിച്ച് നേടുവാനും അവനെ അതിനനുസരിച്ചുള്ളതായ പദവിയിലേക്ക് നയിക്കുവാനും ഇടയായി. പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രാജു വളരെ വിശദമായിട്ട് പറയുവാനായിട്ടിടയായി. അനേക നല്ല കാര്യങ്ങൾ തൻ്റെ പദവിയോടുള്ള ബന്ധത്തിൽ ചെയ്യുവാനായിട്ട് കഴിയും. എന്നാൽ ഇത് ആരംഭദശം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും വളരെ ദൂരം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് അദ്ദേഹത്തിന് വേണ്ടതായ സകല സാഹചര്യവും അനുകൂലമാക്കി കൊടുത്തുകൊണ്ട് എല്ലാ രീതിയിലും അദ്ദേഹത്തിന് വേണ്ടതായ പ്രോത്സാഹനം നൽകിക്കൊണ്ട് മുൻപോട്ടുള്ളതായ യാത്രയിൽ നമ്മുടെ ദേശത്തിന്, നമ്മുടെ സമൂഹത്തിന് അദ്ദേഹം ഒരു അഭിമാന വിഷയമായി തീരുവത്തക്കോണം നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ പ്രിയ രമേശ് ചെന്നിത്തലയോട് നമ്മുടെ രാജു ചില കാര്യങ്ങൾ പറഞ്ഞു. നാടിന് വേണ്ടി അങ്ങനെ ചെയ്യണം, ദേശത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. വളരെ നല്ല കാര്യമാണ്. അത് നാം ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ഉന്നതമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാന വിഷയമായി തീരുവാന് അദ്ദേഹത്തിൻ്റെതായ ഭാവി അനുഗ്രഹമായി തീരട്ടെ, ശോഭനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്ക് പ്രസംഗിക്കും. അടുത്തതായിട്ട് നമ്മുടെ അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും, അംഗങ്ങളെയും, ഫാമിലിയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പൊന്നാട അണിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് മിസ്റ്റർ കോശി തോമസിനെ ക്ഷണിക്കുന്നു. പക്ഷെ ഈ കോശി തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടികിട്ടില്ല, ആളാരാ അറിയത്തില്ല. അവസാനം ക്യാപ്റ്റൻ സണ്ണി എന്ന് പറഞ്ഞാൽ പിടികിട്ടുവോ? അതിന്റെ വ്യത്യാസം. കാരണം ഞങ്ങള് വളരെ പ്യാർസെ സണ്ണിച്ചായ എന്ന് പറയും.